ഇതൊരു കൊച്ചു കടയല്ലേ? കൊച്ചു കടയിൽ കാര്യമില്ല, പക്ഷെ ഉഗ്ര ഫുഡാണ്. വാ ബാലപ്പാ, ഓ നമുക്ക് ഓരോ ഗ്ലാസ് തണുത്ത നാരങ്ങ കുടി. ആയിക്കോട്ടെ. വേലപ്പാ, 2 നാരങ്ങ. നാരങ്ങ ഇല്ല. പിന്നെ ഇല്ലേ? ചായ ഉണ്ടോ? ചായ ഉണ്ട്. ആ ചായ ആണോ? എന്നാ 2 സ്പെഷ്യൽ ചായ എടുത്തോ. ആയിക്കോട്ടെ. അല്ല, ഈ നാരങ്ങ വെള്ളത്തിന്റെ കാശല്ലേ ഉള്ളു 2 ചായക്ക്? അതെ അതെ. എടുത്തോ. പൊറോട്ട ഇറച്ചി ഉണ്ടോ അവിടെ? അതെ, ഇവിടുത്തെ പെറോട്ട കൊള്ളില്ല. ഞാൻ അന്ന് കഴിച്ച് വയറാകെ പ്രശ്നമായി പോയില്ലേ. അല്ല, സാറിന് ഓഫീസിൽ പോണ്ടേ? പോണം, മണി 10 ഉള്ളൂ. ഇന്ന് സ്വല്പം ലേറ്റ് ആയിട്ടാ പോകുന്നുള്ളൂ. സ്പെഷ്യൽ ചായ അല്ലേ? അതെ സാർ. സാറിന് ജോലി കിട്ടിയിട്ട് ഈ ദാരിദ്ര്യം മാറിയിട്ടില്ലല്ലേ? ഈ 50 രൂപ നോട്ടെടുത്ത് മാറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തീർന്നു. സാറേ, എച്ചിത്തരം കാണിക്കല്ല. പൈസ വേണേ ഞാൻ കൊടുക്കാം. വേണ്ട. ഈ ജോലി ഞാനൊന്ന് പുറത്തായിക്കോട്ടെ. ബാലപ്പന് 7 കോഴ്സ് ഡിന്നർ ഞാൻ വാങ്ങിത്തരും. അല്ല, സാറിപ്പോ എന്താ പറഞ്ഞ? 7 കോഴ്സ് ഡിന്നർ. അതല്ല, അതിനു മുമ്പ് എന്തോ പറഞ്ഞല്ലോ. അത് ഞാൻ ഈ ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഡിസ്മിസ് ആയിക്കോട്ടെ. ഡിസ്മിസാ? അല്ല അശോ സാറേ, സാറിന് തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഒരുമാതിരി ഒരു ചെറിയ ഭ്രാന്ത് പോലെ. ഭ്രാന്തല്ല ബാലപ്പ. ജോലി കയറി ഉടനെ ഡിസ്മിസ് ആവണോന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനെ ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടാ. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു. ആണാ? അല്ല, വേറെ എന്തെങ്കിലും ജോലി റെഡി ആയിട്ടുണ്ടോ? പറയാം. നമുക്ക് ഇനി എവിടെയെങ്കിലും പോയിരുന്ന് സ്വസ്ഥമായിട്ട് സംസാരിക്കാം. കാശ് എവിടെ? എടുത്തോ. കൂടുതൽ എടുക്കരുത്. ഇത് 5 ഉള്ളല്ലോ. 2 ചായക്ക് അത്രയല്ലേ ഉള്ളൂ. ചായക്കാശ് ഇതായിരിക്കുന്നേ. ഇത് ബാലപ്പന്റെ സ്വന്തം വണ്ടിയാണോ? നമ്മുടെ ഒരു സുഹൃത്തിന്റെ വണ്ടിയാ. കണ്ടാ, ബാലൻസ് കിട്ടുന്നില്ല. അത് ശരി. അപ്പൊ കാര്യങ്ങളുടെ കിടപ്പ് അങ്ങനെയാണ്. MD കൊണ്ട് ഗെറ്റൗട്ട് അടുപ്പിച്ച് ജോലിയിൽ നിന്നും പുറത്താകണം. കറക്റ്റ്. ഇത് വളരെ ഈസി അല്ലേ? ആണോ? എന്തായാലും ഇത്ര ലേറ്റായല്ലേ? ഇന്നിനി ഓഫീസിൽ പോണ്ട. നാളെ ചെല്ലുമ്പോ ചോദിക്കും ഇന്നലെ എന്താ വരാഞ്ഞെന്ന്. നിവർന്ന് 4 വർത്താനവും പറയണം. ഷോ. എന്തോന്ന് ഷോ? ഇന്നലെ ഓഫീസിലിരുന്ന് ഇതുപോലൊരു സ്വപ്നം ഞാൻ കണ്ടതാ. ഓഫീസിൽ നിന്നാണോ സ്വപ്നം കണ്ടേ? അത് ഭരിക്കും. ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഏതെങ്കിലും മധുശാലയിൽ കയറി കുറച്ച് മധു നുകരാം. എന്നാ വാ. മദ്യപിച്ചിട്ട് ഒരുപാട് കണ്ട. അത് കേട്ടപ്പോ തന്നെ മണി. വാ വാ വാ. നീ കാര്യം പറ. തന്ത്രപ്രധാനമായ ഒരു കാര്യം ആശാനുമായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. എന്ത് തന്ത്രമാണ് നിനക്കറിയേണ്ടത്? ആശാൻ ഒരു കുതന്ത്രജ്ഞനാണെന്ന് എനിക്കറിയാം. ഒരാളെ ഒരു സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കണം. ചുമ്മാ പുറത്താക്കിയാൽ മതിയോ, അതോ കരിവാരി തേച്ച് അലങ്കോലപ്പെടുത്തി പുറത്താക്കണം? കരിവാരി തേക്കണ്ട, അല്ലാതെ പുറത്താക്കണം. ഇയാൾ പ്രസ്ഥാനത്തിലാണോ അതോ ഏതെങ്കിലും സ്ഥാപനത്തിലാണോ? സ്ഥാപനത്തില്. കൊള്ളാം. അതിനെന്തെല്ലാം മാർഗങ്ങളുണ്ട്. എന്നാ ഒരു മാർഗം പറ. പെട്ടെന്നൊരു മാർഗം പറയുക എന്ന് വെച്ചാൽ കരിവാരി തേക്കുന്ന കാര്യമാണെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കാം. ഇതൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളാവുമ്പോ നല്ല തന്ത്രങ്ങൾ മെനയണം. അത് പാളാനും പാടില്ല. അത് പാടില്ല. ഞാന് മനസ്സിരുത്തി ഒന്ന് ആലോചിക്കട്ടെ. നമുക്ക് സിറ്റി സ്റ്റാറിൽ പോയിരുന്ന് ആലോചിച്ചാലോ? അത്രയും സമയം എടുത്ത് ആലോചിക്കേണ്ട കാര്യമില്ല, ചെറിയൊരു ആലോചന മതി. അതൊക്കെ പോട്ടെ, ആരാ കക്ഷി? നമ്മുടെ അശോക സാറാണ് കക്ഷി. പുള്ളിക്ക് കിട്ടിയ ജോലിയിൽ നിന്ന് എങ്ങനെയും പുറത്തു പോണം. അത്രേ ഉള്ളൂ. അതിന് അയാൾ ഓഫീസിൽ പോകാതിരുന്നാ പോരെ? എന്താ പറയുന്നത്? അതാണ് പ്രശ്നം. അശോക് സാർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ MD അശോക് സാറിനെ മുഖത്ത് നോക്കി ഗെറ്റൗട്ട് അടിക്കണം. അങ്ങനെയുള്ള ഡിസ്മിസൽ ആയിരിക്കണം. അപ്പോ എന്ത് ശരിയാക്കാം. ഞാൻ അതിനെ കുറിച്ച് ആലോചിക്കട്ടെ. ഞാൻ സിറ്റി സ്റ്റാറിൽ ചെന്നിട്ട് വിളിക്കാം. അല്ല, വേണേ ഞാൻ വിളിക്കാം. വേണ്ടേ? ഇന്ന് നല്ല ഹാപ്പി മൂഡിലാണല്ലോ. എന്താ? ഇന്ന് മിക്കവാറും എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. സത്യം? ഇന്ന് ആ പരട്ട MD എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടില്ലെങ്കിൽ എന്റെ പേര് നീ മാറ്റിയിട്ടോ. സാറ് രാവിലെ എത്തിയോ? MD രാവിലെ സാറിനെ അന്വേഷിച്ചിരുന്നു. എന്തിന്? എന്താ സാർ ചിരിക്കുന്നേ?
ഏയ് വെറുതെ ചിരിച്ച. ഞാൻ ഇന്നലെ വരാത്തതിനെ കുറിച്ച് ചോദിക്കാനായിരിക്കും. ചോദിക്കട്ടെ, നല്ല രണ്ട് പറഞ്ഞു കൊടുക്കാം. സോറി മിസ്റ്റർ അശോകനെ ഇന്നലെ വിളിച്ച് പറയാൻ പറ്റിയില്ല. ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ല. ഇന്നലെ ഔട്ട് ഓഫ് റേഞ്ച് ആയിരുന്നല്ലേ? എന്താ സാർ? ഈ കമ്പനി തുടങ്ങുമ്പോ അച്ഛന്റെ കൂടെ ഉണ്ടായിരുന്ന ആളായിരുന്നു. കുറെ നാളായിട്ട് കിടപ്പിലായിരുന്നു. ഇന്നലെ വെളുപ്പിന് 3 മണിക്കായിരുന്നു അന്ത്യം. അതാ മുന്നറിയിപ്പില്ലാതെ ഇന്നലെ ഒരു ദിവസം അവധി കൊടുത്തത്. അശോകൻ ഇന്നലെ വന്നപ്പോ അവധി നോട്ടീസ് കണ്ടു അല്ലേ? എന്നാലും അശോകനൊന്നും തന്നെ വിളിക്കായിരുന്നു. സാറിനെ ഞാൻ വിളിച്ചിരുന്നു, പക്ഷെ എൻഗേജഡ് ആയിരുന്നു. എന്തു പറയാനാ, ഇന്നലെ ഈ ഫോണിൽ വിളിയുടെ ഒരു പ്രളയമായിരുന്നു. എന്നെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ എങ്ങനെയെങ്കിലും വിവരം അറിയിക്കാമായിരുന്നു. അത് പിടിച്ചു നോക്കും. അശോക എന്താ ആലോചിക്കുന്നത്? കാണിച്ചെന്തായാലും മഹാ മോശമായിപ്പോയി. ഞാൻ ഇവിടുത്തെ ആരാണ്? അസിസ്റ്റന്റ് മാനേജർ. ആ എന്നെ വിളിച്ച് വിവരം പറയാത്തത് മഹാ മോശമായിപ്പോയി. സാറ് കാര്യം ചെയ്യ്, എന്നെ പിടിച്ചോട്ടാക്കി. എന്താ മിസ്റ്റർ അശോകൻ പറയുന്നത്? നിങ്ങളൊരു മനുഷ്യൻ തന്നെയല്ലേ? ഇന്നലെ ഒരു അവധി കിട്ടിയപ്പോൾ എല്ലാരും വളരെ ഹാപ്പി ആയിരുന്നു. നിങ്ങൾ മാത്രമാണ് ഇത്രയും വലിയ ഇമോഷണലായിട്ട് സംസാരിക്കുന്നത്. ആറ്റുപറ ദേവിയാണ് ഞാൻ വിളിച്ചിരുന്നു. എപ്പോ വിളിച്ചാലും ഔട്ട് ഓഫ് റേഞ്ച്. അതുകൊണ്ടാണ് ഇന്നലത്തെ അവധിയുടെ കാര്യം ഞാൻ വിളിച്ചു പറയാതിരുന്നത്. സത്യം, മനഃപൂർവ്വമല്ല. ഇല്ല, എനിക്കിനി ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ പറ്റില്ല. സാറിനെ പിരിച്ചുവിടൂ. അശോക അങ്ങനെയൊന്നും പറയില്ലേ. അശോകൻ ഇത് പിടിക്കും. ഇതെന്ത് മൊബൈൽ ഫോൺ ഇതിരിക്കട്ടെ. ഏത് പാതാളത്തിൽ പോയാലും ഇതിന് റേഞ്ച് കിട്ടും. അങ്ങനത്തെ കണക്ഷനാ, ഭയങ്കര കവറേജാ. പിടിക്ക് 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 അശോക. എനിക്ക് വളരെ അത്യാവശ്യമായിട്ട് 3:30 ഫ്ലൈറ്റിൽ ബാംഗ്ലൂർ പോകണം. ബാക്കി നമുക്ക് വന്നിട്ട് സംസാരിക്കാം. ഓക്കെ, ബൈ. അപ്പൊ അതും ചീറ്റിപ്പോയി. ചേടാ. എന്തായാലും MD കൊണ്ട് തന്നെ ഗെറ്റ് ഔട്ട് പറയിപ്പിക്കണം. ആ ബാലപ്പനാകുമ്പോ രാഷ്ട്രീയത്തിലെ കുരുട്ട് ബുദ്ധിയൊക്കെ അറിയാവുന്ന ആളല്ലേ? അത് ശരിയാ. കുഴുത്തുരുമ്പും കച്ചിത്തുരുമ്പും രാഷ്ട്രീയത്തിലെ അവിഭാജ്യ ഘടകങ്ങളാണ്. ഒരു കാര്യം ചെയ്യാം, അശോക് സാർ ഇന്ന് രാത്രി ഓഫീസിൽ അതിക്രമിച്ച് കിടക്കണം. എന്തിന്? മോഷ്ടിക്കാനോ? ആ പറയട്ടെ, രാത്രി ഓഫീസിൽ കയറി കമ്പനിയുടെ പ്രധാനപ്പെട്ട ഫയലുകൾ ഏതെങ്കിലും അങ്ങ് നശിപ്പിച്ചേക്കണം. എന്നിട്ട് അയാൾ ചോദിക്കുമ്പോ പറയണേ ഞാനാണ് ഈ ഫയല് കത്തിച്ചെന്ന്. അല്പമെങ്കിലും അഭിമാനമുള്ള MD ആണെങ്കിൽ ആ സെക്കൻഡ് സാറിനെ ഗെറ്റ് ഔട്ട് അടിച്ചിരിക്കും. അത് കുഴപ്പമില്ല. പക്ഷെ ഒറ്റയ്ക്ക് ബാലപ്പൻ കൂടെ വരുമോ ഒരു സഹായത്തിന്? ഞാൻ വരാം. കാരണം എനിക്ക് ഈ വിധ്വംസക പ്രവർത്തനത്തിന് അല്പം കൂലി കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഞാൻ വരാം. ഒന്നുമില്ലെങ്കിലും ഒരു നശീകരണ പ്രവർത്തനത്തിനല്ലേ ഞാൻ വരും. രാവിലെ ഞാൻ ഈ ജനലിന്റെ കൊളുത്തെടുത്ത് വെച്ചിരുന്നതുകൊണ്ട് കേറാൻ എളുപ്പമായി. അതെന്തായാലും നന്നായി. ഇതെല്ലാം വരിട്ട് കത്തിര്. അതല്ല വേണ്ടേ? കമ്പനിയുടെ പ്രധാനപ്പെട്ട ചില രേഖകൾ ഇതിനകത്തുണ്ട്. രേഖയൊക്കെ എവിടെ ഇരിക്കുന്നു? എന്താ എവിടെയാണോ? ആ കിട്ടി. കിട്ടിയ ശബ്ദം ഭയങ്കര ഭാരം. ഈ രേഖകളില്ലെങ്കിൽ ദുബായിലേക്ക് എക്സ്പോർട്ടിംഗ് നടക്കില്ല. അത് കാര്യമില്ല. അതെ, സാറിന് എക്സ്പോർട്ടിംഗ് വേണോ ഡിസ്മിസൽ വേണോ? ഡിസ്മിസൽ. എന്നാ പിന്നെ എക്സ്പോർട്ടിംഗ് ഫയൽ എടുത്ത് ഡിസ്പോസ് ചെയ്യും. ഇതൊക്കെ കത്തിക്കാം. വേണ്ട, അതവിടെ ഇരുന്നോട്ടെ. പാവങ്ങൾ കത്തിച്ചാൽ ഇന്നത്തെ ദിവസം സാർ ആബ്സെന്റ് ആയിരിക്കും. പലപ്പാ വന്ന വഴിയെ പോട്ട്. അയ്യോ, ഇത് ഇവിടുത്തെ ഫയലുകളാണല്ലോ. ഈ ഫയലുകൾ കത്തിച്ചാൽ എനിക്ക് യാതൊരു ബന്ധവുമില്ല. അസിസ്റ്റന്റ് മാനേജർ അശോകൻ. അപ്പോ അയാളായിരിക്കും ഈ ഫയലുകൾ കത്തിച്ചത്. ഇങ്ങനെ ധൃതിയിൽ ഓടിപ്പിടിച്ചത് അങ്ങോട്ടാ? നേരത്തെ ഗെറ്റ് ഔട്ട് അടിക്കുമല്ലോ.
കിടക്കടാ പുറത്ത്. മോനെ, മോൻ നോക്കിക്കോ. മോന്റെ മുഖത്ത് നോക്കി ഓഫീസർ ഇത് പറയും. ദാ, ചോറ്. ഓ ഇത് വേണ്ടായിരുന്നു. അതിരുന്നോട്ടെ അശോകേട്ടാ, ചിലപ്പോ ഉച്ചയ്ക്ക് ശേഷമാണ് കെട്ടിടടിക്കുന്നെങ്കിലോ. ഏതായാലും പൊതിഞ്ഞു കെട്ടിയില്ലേ, ആ. മോൻ കൊണ്ടുപോയിക്കോ. എന്നാ ശരി, ഓൾ ദി ബെസ്റ്റ്. പ്രാർത്ഥിക്കണേ. പിന്നെ ഭഗവാനെ, ഈ കൊച്ചിന്റെ ജോലി ഇന്നെങ്കിലും തെറിച്ചു കിട്ടണേ ഈശ്വര ഭഗവാനെ. തൊല്ലയായോ? ദുബായിലെ കമ്പനിയുമായിട്ട് നടത്തിയ ബിസിനസിന്റെ ഫയൽ ഒന്നും ക്ലിയർ ചെയ്തിട്ടില്ല. പിടിച്ച ലക്ഷങ്ങളാ പോകുന്നത്. ആരുടെ? എന്റെ അല്ല, തൻ്റെത് പോവില്ലല്ലോ. ഇതാ സാർ ഫയലുകൾ. ഓക്കെ സാർ, വേറൊന്നും ചെക്ക് ചെയ്യാനില്ലല്ലോ? ഇല്ല സാർ. ഈശ്വര, ആ ഫയലുകളൊന്നും അവന്മാരുടെ കണ്ണിപ്പെടല്ലേ. പിടിച്ച ലൈസൻസ് വരെ അവന്മാർ റദ്ദാക്കി കളയും. ലെറ്റ്സ് ഗോ. സാർ, എന്തെങ്കിലും പ്രോബ്ലംസ്? നോ പ്രോബ്ലം. താങ്ക് യു സാർ. ഭാഗ്യത്തിന് ആ ഫയലുകൾ ആരെ കണ്ണിപ്പെട്ടില്ല. മണ്ടൻ ആര്? അല്ല അവര്. ആ ഞാനും ആകെ പേടിച്ചിരിക്കായിരുന്നു. ആ. ടാക്സിന്റെ കടലാസ് ഒന്നും ശരിയായിരുന്നില്ലല്ലോ. ആണോ? താൻ വന്നേ. വാ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ലൈസൻസ് കാലാവധി കഴിഞ്ഞ് നടത്തിയ ഇടപാടാ. പിടിച്ചിരുന്നെങ്കിൽ ആഫീസ് പൂട്ടിയേനെ. ആ ഫയലൊന്നും ഇവിടെ കാണുന്നില്ല സാർ. ഫയല് കാണുന്നില്ലെന്നോ? ആ. എന്ത് താനിങ്ങോട്ട് മാറി. ഫയല് കാണാനില്ലെന്നോ? ആ, അത് കൊള്ളാലോ. അത് പിന്നെ ഇവിടെ പോനെ. എന്താ സാർ നോക്കുന്നത്? 1-2 ഫയല് കാണുന്നില്ല. കാണില്ല. കാരണം ആ ഫയലുകൾ രാഖി രാമാനം ഞാൻ എടുത്ത് കത്തിച്ചു. ആഹാ, സെക്യൂരിറ്റി, സെക്യൂരിറ്റി. അതെ സാർ, ഈ സാർ ഇന്നലെ രാത്രി ഓഫീസിൽ വന്നിരുന്നു. ആ, കുറച്ച് ഫയലുകൾ നോക്കണമെന്ന് സാറ് പറഞ്ഞു. ആ, അതിൽ നിന്ന് 2 ഫയലുകൾ സാർ കത്തിക്കുകയും ചെയ്തു. ഞാനൊരു തെറ്റും ചെയ്തില്ല സാറേ. എന്നെ പിരിച്ചുവിടല്ലേ സാർ? ഞാൻ തന്നെയാണ് ആ ഫയലുകൾ കത്തിച്ചത്. ഞാൻ തന്നെയാണ് ആ ഫയലുകൾ കത്തിച്ചതെന്ന്. ഇനി എന്നെ ഈ ഓഫീസിൽ തുടരാൻ അനുവദിക്കരുത്. പുറത്താക്കുന്നതാണ് നല്ലത്. എന്നെ പോലെ ഒരു കള്ള ഉദ്യോഗസ്ഥന് ഇനി ഈ ഓഫീസിൽ ആവശ്യമില്ല. പാല് കൊടുത്ത കൈക്ക് കൊത്തിയവനാണ് ഞാൻ. നന്ദി കെട്ടവനാണ്, വൃത്തികെട്ടവനാണ്, ആഭാസനാണ്, വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ്. അതുകൊണ്ട് എത്രയും വേഗം എന്നെ പുറത്താക്കണം സാർ. സബാഷ് മിസ്റ്റർ അശോക് കുമാർ. നിങ്ങൾ ചെയ്ത വലിയൊരു കാര്യമാണ്. നിർണായകമായ 2 ഫയലുകൾ ആരോ ചൂണ്ടിക്കാണിച്ചു കൊടുത്തതുപോലെയാണ് അവർ വന്നത്. നിങ്ങൾ നശിപ്പിച്ചതും ആ ഫയലുകൾ തന്നെയാണ്. മിസ്റ്റർ അശോകൻ കമാൻ, മൈ ഡാർലിംഗ്. ഇതെങ്ങനെ മണത്തെറിഞ്ഞ് നീയ്? സെക്രട്ടറി സാർ, അശോകൻ ഈ മാസം മുതൽ ഒരു 250 വെച്ച് കൂട്ടി കൊടുക്കണം. എന്റെ ഒരു ഹാപ്പിക്ക്. എന്താണ് എല്ലാരും നോക്കിയിരിക്കുന്ന? പോടേ, പോ പോ പോ. അല്ല സാർ, എനിക്കെതിരെ ഒരു നടപടിയില്ലേ? നടപടി അശോകനെതിരെയോ? അശോകനെതിരെ നടപടി എടുത്താണ്ടല്ലോ മുട്ടുകാലിയെ തല്ലി ഓടിക്കും. അശോകന്റെ അല്ല, ഇവിടെ ഉള്ളമാരുടെ. ഹാപ്പി അല്ലേ? ഓക്കെ. ഇതും ചീറ്റിയല്ലോ. ബാലപ്പാ, അശോക സാറേ, ആ സാർ ഇതെങ്ങനെ മണത്തറിഞ്ഞു? അല്ല, ആ കുഴപ്പം പിടിച്ച ഫയൽ തന്നെ തെരഞ്ഞു പിടിച്ച് നശിപ്പിച്ചത് നന്നായി. ഞങ്ങളൊക്കെ ആകെ അമ്പരന്നു പോയി. വിജിലൻസുകാരുടെ കയ്യിലെങ്ങാണോ ആ ഫയല് കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ അത് ബാധിച്ചേനെ. അതെനിക്ക് കിട്ടിയ ഒരു ജന്മസിദ്ധമായ കഴിവാണ്. 6th സെൻസ് എന്നൊക്കെ പറയുന്ന പോലെ പ്രശ്നമുള്ള സംഗതികൾ എവിടെ കണ്ടാലും ഞാൻ മണത്തറിയും. ഷോ, അത് കൊള്ളാലോ. അങ്ങനെ മണത്തറിയാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ ബോംബ് സ്കൂളിൽ ചേർന്നുകൂടായിരുന്നു അശോക് സാറിന്? അയ്യോ, അതൊക്കെ വളരെ റിസ്കി ജോബല്ലേ. എന്നിട്ട് ഞാൻ കണ്ടുപിടിച്ചില്ലേ ഗുവാഹട്ടി റെയിൽവേ സ്റ്റേഷനിൽ 5 ബോംബ്. അയ്യോ, ഞങ്ങളൊന്നും വലിയ കുഴപ്പക്കാരല്ലല്ലോ. നിങ്ങളാരും കുഴപ്പക്കാരൊന്നുമല്ല. ശരി, പോയട്ടെ.
ബാബു ആ കൈ കൈ ആ ബാബു 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 ഒന്നിപ്പിഴച്ച 3. അടുത്ത തവണ ആവട്ടെ. ജോലി തെറിക്കുന്ന നല്ലൊരു സൂത്രം ഞാൻ പ്ലാൻ ചെയ്തു തരാം. എവിടെ? എനിക്ക് വിശ്വാസം വരുന്നില്ല. എന്റെ അശോക് സാറേ, മന്ത്രിസഭയിലെ സിംഹങ്ങളുടെ അധികാര കസേര വരെ തെറിപ്പിച്ചവനാണ് ഈ ബാലപ്പൻ. സാറ് ധൈര്യമായിട്ടിരി, എന്നെ വിശ്വസിക്ക്, ഞാൻ ശരിയാക്കി തരാന്ന്. കൈ കൊടുക്ക്. ഉറപ്പാണ്? കൊടുക്ക. പിന്നെ പോയ ജോലി തിരിച്ചു വേണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞേക്കല്ലോ. ഓക്കെ ഓക്കെ. ബാലപ്പ വേണ്ട. ശരിയാക്കി തരാം. അശോക് സാറേ, അശോക് സാറേ, വേണ്ട ബാലപ്പ, പുള്ളി ഉറങ്ങിക്കാണും. എവിടെ? മണി ഇപ്പൊ 10:30 ആയുള്ളൂ. സിറ്റി സ്റ്റാർ പൂട്ടുന്നതിന് മുമ്പ് ഐഡിയ അങ്ങോട്ട് പറഞ്ഞു കൊടുത്താൽ ഇന്നത്തെ സ്മോൾ ഐഡിയ അങ്ങ് നടക്കും. മനസ്സിലായോ? നിന്റെ ഒരു മാനേഴ്സ് എന്നുള്ളത് നിനക്ക് തീരെ ഇല്ലല്ലേ? ഇല്ല. AKCP ചേർന്നതിന് ശേഷം ഞാൻ അഭിമാനത്തെ കുറിച്ച് ചിന്തിക്കാറേ ഇല്ല. ടെൻഷനായി പോകും. അശോക് സാറേ, ബാലപ്പ ഉറക്കെ തട്ടിയാലേ ആളുണരൂ. അശോക് സാറേ, അശോക് സാറേ, ഇവൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? എടാ, ഇന്ന് ഞാനൊരു പൊളപ്പൻ ഐഡിയ കൊടുക്കാന്ന് വാക്ക് കൊടുത്തതാണ്. അറിയാമോ? ഇനി ഫുഡ് കിട്ടുമെന്ന് വന്നില്ല. ഓ, നിനക്കൊക്കെ വീട്ടിൽ പോയാൽ കിട്ടുമല്ല. ഞാനാണെങ്കിൽ ഇത് നോക്ക്, അച്ചാറുമായിട്ടാ വന്നിരിക്കുന്നത്. അശോക് സാർ നമ്മളെ കടാശിക്ക് എനിക്ക് നല്ല ഉറപ്പുണ്ട് കേട്ടാ. അശോക് സാറേ, അശോക് സാറേ, കഥ പറ സാറേ. ചവിട്ടി ബാലപ്പ, നീ ഇങ്ങനെ വിളിച്ചു കൂവി നാട്ടുകാരെ മൊത്തം എഴുന്നേപ്പിക്കണ്ട. ഞാൻ വിളിച്ചു കാണിച്ചു തരാം. നീ ഇപ്പൊ വിളിച്ചു പോവിയാ? അല്ല, ഉണന്നാ എനിക്ക് രണ്ടെണ്ണം അടിക്കാന്ന് കരുതി. എടാ, ഇത്രയും നേരം വിളിച്ചു കൂട്ട് അയാൾ വന്നില്ല. ഞാൻ എന്റെ പാട്ടിൽ വേണം. നീ ഞാൻ വരുന്നില്ല. വരുന്നില്ലേ? അശോക് സാറിനെ കണ്ടിട്ട് രണ്ടെണ്ണം അടിച്ചിട്ടേ വരുന്നുള്ളൂ. അയ്യോ, അശോക് സാറേ, അശോക് സാറേ, 2-3 ഉഗ്ര ഐഡിയ ഉണ്ട്. ഇത് തുറന്നിട്ട് ഞാൻ പോവും. അല്ല, ഇത് തുറക്കാതെ പോയി അത്താഴം കഴിക്കാനുള്ള പൈസ പോലും എൻ്റെ ഇല്ല. അശോക് സാറേ, ഞാൻ ഇന്നിവിടെ പട്ടിണി കിടന്ന് ചാവും. ശിവൻകുട്ടി സാറേ, MD ഭയങ്കര ഹാപ്പിയാണല്ലോ. വന്നവരൊക്കെ പോയോ? ഇല്ല, ഡിസ്കഷൻ നടക്കുന്നേ ഉള്ളൂ. മഹാദേവി കമ്പനിക്ക് പുതിയ എന്തോ കോളത്തെ ലക്ഷണമുണ്ടല്ലോ. പുതിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഈജിപ്തിലേക്ക് പൊടിയിലക്കഞ്ഞി മാങ്ങാ ചമ്മന്തി എക്സ്പോർട്ട് ചെയ്യുന്നത് മഹാദേവ വഴിയാ. അല്ല ശിവൻകുട്ടി സാറേ, ഈ ലൈസൻസ് എങ്ങനെ കിട്ടി? MDയുടെ ലെവലിലുള്ള ഒരു മലയാളി സുഹൃത്ത് വഴി ഒപ്പിച്ചെടുത്തതാ. അടിമാലിയിലുള്ള ചെങ്കുളം പപ്പട കമ്പനിയുടെ ചുട്ട പപ്പടവും നമ്മളല്ലേ എക്സ്പോർട്ട് ചെയ്യുന്നത്? പിന്നെ അതിനുള്ള ഓർഡർ ഈ ആഴ്ച സാങ്ഷൻ ആവും. അപ്പോ കോളടിച്ചില്ല? ആര് കോള കുടിച്ചു? അയ്യോ, കോള കുടിച്ചു എന്നല്ല, നമ്മുടെ MDക്ക് കോളടിച്ചു എന്നാ ഞാൻ പറഞ്ഞത്. ആ